എന്താണോ കുടുംബശ്രീ ബസാർ കൊണ്ട് അത് തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ സംഘാടകർ ലക്ഷ്യം വെച്ചിരുന്നത് അതിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ശരിക്ക് നമ്മൾ ഈ വിദേശ കമ്പനികൾക്കും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഓർഡർ കൊടുക്കുന്നത് വഴി നമ്മുടെ നാട്ടിൽ നമ്മുടെ കടകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ തൊട്ട അയൽപക്കത്തും നമ്മളിലുമായി കറങ്ങേണ്ടുന്ന പൈസയാണ് ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഓണത്തെ വരവേൽക്കാൻ പെരിന്തൽമണ്ണയും ഒരുങ്ങിക്കഴിഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബസാർ വിപണനമേളയ്ക്ക് തുടക്കമായി. 19 മുതൽ 21 വരെ നടക്കുന്ന വിപണനമേള നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. ഓണം എത്തും മുൻപേ ഓണത്തെ ആഘോഷമാക്കി മാറ്റാൻ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരിടത്തൊരുക്കിയാണ് പെരിന്തൽമണ്ണയിൽ ബസാർ വിപണനമേള ആരംഭിച്ചിരിക്കുന്നത്. പച്ചക്കറികൾ, പലവ്യഞ്ജന സാധനങ്ങൾ മുതൽ പൊന്നോണത്തിന് അണിഞ്ഞൊരുങ്ങാനുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയാണ് വിപണനമേള സജ്ജമാക്കിയിരിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭ, കുടുംബശ്രീ ജില്ലാ മിഷന്റെയും കുടുംബശ്രീ CDSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മനഴി ബസ് സ്റ്റാൻഡിൽ നഗരസഭാ ഓഫീസിന് മുൻവശത്ത് 3 ദിവസങ്ങളിലായി ഒരുക്കിയ ബസാർ വിപണനമേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി നിർവഹിച്ചു. വിപണനമേളയെ വിജയമാക്കി തീർക്കാൻ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നതെന്നും ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കാനുണ്ടെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ബസാർ എന്നൊക്കെ പഴയൊരു പേരാണ്, ഇപ്പൊ ഇതിന് മാൾ എന്നൊക്കെ നമ്മൾ പറയാം. അങ്ങനത്തെ കൺസെപ്റ്റോട് കൂടി ആരംഭിച്ചിട്ടുള്ള ഒരു വലിയ സംരംഭമാണ്. പക്ഷെ ആ സംരംഭം വർഷങ്ങൾ പിന്നിട്ടിട്ടും അത് വിചാരിച്ചതുപോലെ എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിന് കാലോചിതമായ മാറ്റം, കാലം ആവശ്യപ്പെടുന്ന പരിഷ്കാരങ്ങളൊക്കെ വരുത്തി ജനങ്ങളിലേക്ക് എത്തിച്ച് എന്താണോ കുടുംബശ്രീ ബസാർ കൊണ്ട് അത് തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ സംഘാടകർ ലക്ഷ്യം വെച്ചിരുന്നത് അതിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ DMCയുടെ നേതൃത്വത്തിലുള്ള ടീം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുമ്പോൾ തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, അതിന്റെ ഭരണസമിതികൾക്ക് വലിയ പങ്ക് അതിലുണ്ട്. ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ മുഖ്യാതിഥിയായി. വിദേശ കമ്പനികളെ വളർത്തുന്നതിലാണ് നാം കൂടുതൽ താല്പര്യം കാണിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശരിക്ക് നമ്മൾ ഈ വിദേശ കമ്പനികൾക്കും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഓർഡർ കൊടുക്കുന്നത് വഴി നമ്മുടെ നാട്ടിൽ നമ്മുടെ കടകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ തൊട്ട അയൽപക്കത്തും നമ്മളിലുമായി കറങ്ങേണ്ടുന്ന പൈസയാണ് ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഇപ്പോൾ ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളുടെ എന്തെങ്കിലും ഒരു കുറവ് നമ്മുടെ വീട്ടിലൊന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾ ഓൺലൈനായിട്ട് അതിന് ഓർഡർ ചെയ്യും. ഇപ്പൊ പോയി കുട്ടികൾ മാത്രമല്ല, പുതിയ തലമുറ മാത്രമല്ല, നമ്മളുമൊക്കെ ഏറെക്കുറെ അതിന് അഡിക്റ്റ് ആയിട്ടുണ്ട്. കാരണം ഇരുന്നിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ 24 മണിക്കൂറിനുള്ളിൽ, അതല്ലെങ്കിൽ പറ്റുന്നതാണെങ്കിൽ തൊട്ടടുത്ത ഒരു വിപണന കേന്ദ്രത്തിൽ നിന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ച മനുഷ്യന്മാർ എന്നുള്ള നിലക്ക് അനങ്ങാതെ ഇളകാതെ അവിടെ നിന്ന് ഇരുന്ന് ഓർഡർ വാങ്ങുക അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുക, വൈകുന്നേരത്തോടു കൂടെ വീട്ടിലേക്ക് സാധനം എത്തുന്നതും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കണം നമ്മൾ. അപ്പൊ അതിന് മാറ്റം വരണം. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നാടി ഞരമ്പുകളിലൂടെ കറങ്ങേണ്ട പൈസയാണ് ഈ പോണത്. ബസാർ ആരംഭിക്കുന്നതിനായി നഗരസഭാ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണ ലഭിച്ചെന്നും ആളുകൾ പരമാവധി ബസാർ വിപണനമേളയെ ഉപയോഗപ്പെടുത്തണമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ B സുരേഷ് കുമാർ പറഞ്ഞു. ബസാറിലേക്ക് നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. കുടുംബശ്രീ നമ്മൾ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു അടിസ്ഥാന ഒരു ശൃംഖലയുള്ള കുടുംബശ്രീ പോലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് നമ്മുടെ കാര്യമായിട്ടുള്ള സംഭാവന കൊടുക്കുന്നില്ല. കാരണം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എടുക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 7000 പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി CDSന്റെ അണ്ടറിൽ തന്നെ ഏതാണ്ട് 7000-ഓളം അംഗങ്ങൾ കാണും. 7000-ഓളം അംഗങ്ങൾ ഒരു മാസത്തിൽ 50 രൂപയുടെ പ്രൊഡക്റ്റ് ഈ ബസാറിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. നമുക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ നമുക്ക് ഉണ്ടാക്കാറുണ്ട്. കൂടുതലൊന്നും വേണ്ട, ഒരു മാസത്തിൽ 50 രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ ബസാറിൽ നിന്ന് വാങ്ങിക്കും. അത് എൻ്റെ കുടുംബശ്രീ സംരംഭങ്ങൾക്ക് എൻ്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടേൺ ഓവർ കൂടും. അവിടെ ടേൺ ഓവർ കൂടുന്ന സമയത്ത് ജോലി സാധ്യതയും
കൂടും. തികച്ചും പരമ്പരാഗത രീതിയിലുള്ള ബസാറുകൾക്ക് കിടപിടിക്കുന്ന തരത്തിലാണ് വിപണനമേള സജ്ജീകരിച്ചിരിക്കുന്നത്. 19 ആരംഭിച്ച ബസാർ വിപണനമേള 21 സമാപിക്കും. കുടുംബശ്രീയുടെ മായമില്ലാത്ത ഉൽപ്പന്നങ്ങളുമായി ഈ ഓണത്തെ നിങ്ങൾക്ക് ആഘോഷമാക്കി മാറ്റാം. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുണ്ടുമ്മൽ ഹനീഫ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രസാദ്, മുൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ ശ്രീധരൻ മാസ്റ്റർ, ജാഫർ കക്കൂത്ത്, മുൻ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജയേന്ദ്രൻ, ഏലംകുളം CDS ചെയർപേഴ്സൺ കെ സുനിത, വെട്ടത്തൂർ CDS ചെയർപേഴ്സൺ AT ജയശ്രീ, ADMC-മാരായ അസ്ലം, സനീറ, വിവിധ പഞ്ചായത്തുകളിലെ CDS ചെയർപേഴ്സൺമാരായ ഇന്ദിര, രാജേശ്വരി, കെ നൗറ യാസ്മിൻ, VP ജിഷ, കെ ശ്രീജ, ജില്ലാ പ്രോഗ്രാം മാനേജർ CR റനീഷ്, P രാഗേഷ്, സുബൈറുൽ ആവാൻ, O സ്മിത, T രാജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. മികവിന്റെ 36 വർഷം. ഈ വർഷം പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വദേശത്തും വിദേശത്തുമായി ജോലി നൽകി കഴിഞ്ഞു. ആഗ്രഹിച്ച ജോലി നിങ്ങൾക്കും നേടാം. NTC ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ. ഗവൺമെന്റ് അംഗീകൃത ടെക്നിക്കൽ കോഴ്സുകൾ: ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, AC and refrigeration, civil engineering and electronics engineering. ഗവൺമെന്റ് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകൾ: hardware and networking, CCTV and mobile technician, PGDCA, DCA, പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി TTC, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, company certified courses, Tally, GST, SAP. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക. NTC ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ, മലപ്പുറം, ചെറുപ്പുളശ്ശേരി, പട്ടാമ്പി, പരപ്പനങ്ങാടി. ഫോൺ 9847740103.